ഒരു വിധത്തിലാ ഞാൻ അവളെ ഇവിടം വരെ കൊണ്ടുവന്നത്. എന്നിട്ടും അവളെ സ്വന്തമാക്കാൻ പറ്റാത്തതിന് കാരണേ നിന്റെ പിടിപ്പിക്കേടാ. അത് മാത്രമാ. ചേച്ചി വിചാരിക്കുന്ന പോലല്ല. അവളുമാരിപ്പോഴും എന്നെ സംശയത്തോടെ കാണുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഓ, ഒരു പെണ്ണിനെ വളയ്ക്കാൻ പോലും നിനക്ക് അറിയില്ലല്ലോടാ തിരുമണ്ട. നിന്നോട് ഞാൻ ഇനി എന്ത് പറയാനാ? ആ, മോള് പോവാണോ? ഞാൻ വീട്ടിൽ പോവാ കലേമ്മേ. ഇനി മുതൽ എനിക്കിവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവൻ മോളോട് എന്തെങ്കിലും അരുതാത്തത് കാണിച്ചിട്ടുണ്ടെങ്കിൽ മോള് ക്ഷമിക്കണം. എല്ലാം നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. മഹിയേട്ടൻ എന്നോട് മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അത് ഞാനില്ലാത്തോണ്ട് പഞ്ചരത്നത്തിലെ കാര്യങ്ങൾ മുഴുവൻ കുഴപ്പത്തില. ഇന്നും ഇങ്ങനെ പകൽ സമയം മാറി നിന്ന പഞ്ചരത്ന ഹോട്ടലിൽ പൂട്ടേണ്ടി വരും. അതുകൊണ്ട് കലേമ്മ എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം. എന്നാ ഞാൻ കാര്യങ്ങൾ അവിടം വരെ എത്തിയെന്ന് ഒന്നുകൂടെ കണ്ട് ബോധ്യപ്പെടണം. എന്തായാലും നമുക്കൊന്നും കൂടി പറഞ്ഞു നോക്കാം. ശരി. അമൃതേച്ചിയോട് മഹേന്ദ്രൻ കാണിച്ച വൃത്തികേടിനെ കുറിച്ച് കലേമ്മയോട് പറഞ്ഞോ? അതൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നാളെ മുതൽ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. എന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. മഹേന്ദ്രൻ കാണിച്ച തെമ്മാടിത്തരം കലേമ്മയോട് ചേച്ചി തുറന്നു പറയേണ്ടതായിരുന്നു. മഹേന്ദ്രൻ ജ്യൂസിൽ വല്ലതും കലക്കിയോന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ മോളെ. ഇതല്ലാതെ എനിക്ക് ക്ഷീണം വന്നതാണെങ്കിൽ നമ്മൾ അവനെ തെറ്റിദ്ധരിച്ച ശരിയാവോ? ചേച്ചി ഇത്രയ്ക്ക് പാവമായതാ കുഴപ്പം. ആളുകൾ ഇത്രയും സത്യസന്ധരാവരുത്. ഇനിയിപ്പോ മഹേന്ദ്രന്റെ കാര്യം പറഞ്ഞിട്ടാണോ ഇവർ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ എന്തായാലും വീട്ടിൽ പോവാ. ഇനി ഈ ഏർപ്പാട് ഞാനില്ല. അത്ര മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. ചേച്ചി ഒന്ന് നിക്ക്. ചേച്ചി അനൊക്കെ പറയുന്നൊന്നും അമൃതയ്ക്ക് മനസ്സിലാവാത്ത എന്താ? ഇതിന്റെ എല്ലാം പിന്നില് ആ കലാവതിയാ. അഭിയേട്ടാ, അഭിയേട്ടൻ ഇവിടെ? എൻ്റെ ഒരു ഫ്രണ്ട് ആക്സിഡന്റ് പറ്റി ഇവിടെ കിടക്കുന്നു, കാണാമെന്നാ. വിവേക് എന്താ ഇവിടെ? എനിക്ക് ഈ ആശുപത്രിയിൽ വരാൻ പ്രത്യേകിച്ച് വല്ല കാരണം വേണോ അഭിയേട്ടാ? ഞാൻ അനക്കെ കാണാൻ വന്നതാ. അല്ല, ആ മഹേന്ദ്രൻ ഇവിടെയല്ലേ കിടക്കുന്നത്? അഭിയേട്ട ഫ്രീ ആണെങ്കിൽ നമുക്ക് അവനൊന്ന് കണ്ടുകളയാം. നമ്മൾ അവനെ ശരിക്കൊന്ന് വരട്ടിയാൽ അവൻ മണി പോലെ സത്യങ്ങളെല്ലാം തുറന്നു പറയും. എനിക്കിപ്പോൾ അതിലൊന്നും ഒരു താല്പര്യമില്ല വിവേകെ. അഭിയേട്ട എന്ത് വർത്താനീ പറയുന്നത്? അമൃതേച്ചിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇത്രയും തെമ്മാടിത്തരം കാണിച്ച അവനെ നമുക്കങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.